ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? 3 R's വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് എളുപ്പത്തിൽ ഒരു 4 കപ്പ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ, വെള്ളിയാഴ്ച ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്നലെ വെള്ളിയാഴ്ച അല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. 2 വലിയ ഉള്ളി എടുക്കാം, 2 കഷ്ണം ഇഞ്ചി എടുക്കാം, 9-10 മുളക് എടുക്കാം, 10 വെള്ളുള്ളി എടുക്കാം. ഇതെല്ലാം ഒപ്പരിട്ട് ജീരകവും കുറച്ച് പെരിഞ്ജീരകവും ഇട്ട്, ചിക്കനല്ലേ അപ്പം പെരിഞ്ജീരകം നല്ലതാണ്. പെരിഞ്ജീരകം ഇട്ട് അരച്ച് വെക്കാം. ഒരു പാത്രം വെക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം, ഉള്ളി കട്ട് ചെയ്ത് അതിലിടാം. 2 വലിയ ഉള്ളി കട്ട് ചെയ്ത് അതിലിടാം. ഉള്ളി ചെറിയ തീയിൽ വഴറ്റാൻ വെക്കാം. അതിനുശേഷം നമ്മൾ ചിക്കൻ കഴുകിയെടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നമ്മൾ മസാല പൊടിച്ചതിന് കുറച്ചെടുത്തിട്ട് ഇതിലും ഇട്ട് വെക്കാം. ഇതിലോട്ട് ഒരു പകുതി ചെറുനാരങ്ങ നീരൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് പുരട്ടി വെക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലിടാം. അപ്പോഴത്തേക്ക് ഉള്ളി നന്നായിട്ട് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് വഴന്ന് വരുമ്പോൾ 2 തക്കാളി ഇതുപോലെ മുറിച്ചിടാം. 2 ഉള്ളിക്ക് 2 തക്കാളി മുറിച്ചിടാം. ഈ പൊടിച്ച് വെച്ച മസാലകളും ഇടാം. നന്നായിട്ട് വഴറ്റാം. ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഈ പൊടിച്ച് വെച്ച മസാല ഇട്ടിട്ട് വഴറ്റാം. അതിൻ്റെ പച്ചച്ചുവ മാറുമ്പോൾ തക്കാളി 2 മുറിച്ചിട്ട് അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റി ഉപ്പിട്ട് മൂടി വെക്കാം. അപ്പോൾ നന്നായിട്ട് തക്കാളി വെന്ത് കിട്ടിക്കോളും മൂടി വെച്ച് കഴിഞ്ഞാൽ. ചിക്കന് പിന്നെ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട്, പിന്നെ ചിക്കന് വെള്ളമില്ലല്ലോ, അപ്പം പിന്നെ നന്നായിട്ട് വേകാൻ വേണ്ടി മൂടി വെക്കണം. അങ്ങനെ ഉപ്പിട്ടിട്ട് മൂടി വെക്കാം. പിന്നെ നമ്മൾ അരിയെടുത്തിട്ട് 4 കപ്പ് അരിയെടുത്ത് ഒരു അരമണിക്കൂർ പുതിർത്തി വെക്കാം. അപ്പോഴേക്ക് മസാല ആകുമ്പോൾ അരി പുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ കഴുകിയിട്ട് പുതിർത്തി വെക്കണം. 4 കപ്പ് അരി എടുക്കാം. ഇത് കഴുകിയിട്ട് പുതിർത്തിയിട്ട് അവിടെ വെക്കാം. വെള്ളം ഒഴിച്ചിട്ട് തന്നെ പുതിർത്തി വെക്കാം. ചിക്കൻ അങ്ങനെ ഒരു ഭാഗം വെന്ത് തിരിച്ചിടുന്നുണ്ട്. തിരിച്ചിട്ട് അപ്പോഴേക്ക് നമ്മളെ മസാല ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തൈര് 2 സ്പൂൺ ഒഴിക്കാം. 2 സ്പൂണോ 1.5 സ്പൂണോ തൈര് ഒഴിക്കാം. പിന്നെ മസാലപ്പൊടി ഇടാം. കുറച്ച് കുരുമുളക് പൊടിച്ചതും ഇടാം. ഇത് പൊടി ഉണ്ടില്ല, അന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുക്കുക. ഇതിൽ കുരുമുളക് ഒരു പകുതി ചെറുനാരങ്ങയും പിഴിഞ്ഞ് വയ്ക്കാം. ഞാനൊരു 3/4 കിലോ പോലെ ചിക്കനാണ് എടുത്തത്. അതുപോലെ നിങ്ങൾ 1/2 കിലോനോ 3/4 കിലോനോ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചിക്കൻ എടുക്കാം. 4 കപ്പിന് ഞാൻ എത്രയാണ് 3/4 കിലോ പോലെ എടുത്തത്. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് അതിലിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം മിക്സാക്കി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിൽ തീരെ വെള്ളമില്ലല്ലോ, പക്ഷെ ചിക്കന് വെള്ളം പൊട്ടില്ല, നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചല്ലേ. അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസോ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി 10 മിനിറ്റ് വേവിപ്പിക്കാൻ മൂടി വെക്കാം. അതിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും മേലിട്ട് കൊടുത്ത് ഇളക്കിയിട്ട് നമുക്ക് അതിനെ മൂടി വെക്കാം. അത് അവിടുന്ന് ആയിക്കോളും. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പൊടി പോലെ അരിഞ്ഞിട്ട് കറിവേപ്പിലയും മല്ലിയിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നല്ലോണം കുറച്ച് ഇളക്കി, കുറച്ച് വെള്ളം പോരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ വേവാൻ വെള്ളം കൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കാൻ വെക്കാം. പിന്നെ നമുക്കൊരു പാത്രം വെച്ച് പശു നെയ്യ് ഒഴിച്ച് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്യാനെടുക്കാം. ഒരു ഉള്ളി നേർങ്ങനെ മുറിച്ചിട്ടാണ് ഫ്രൈ ചെയ്യാനിട്ടത്. പിന്നെ മുന്തിരി കുറച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നെ ആ മുന്തിരി ഇട്ട് കൊടുത്ത് ഫ്രൈ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മുറി ഉള്ളി എടുക്കാം. അതിൽ ചോറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. 5-8 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. 5-6 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ട് വഴറ്റിയിട്ട് നമുക്ക് 4 കപ്പിന് ഞാൻ 1.5 കപ്പ് വീതം 6 ഗ്ലാസ്, ഈ ഗ്ലാസ്സിൽ തന്നെയാണ് അരി എടുത്തത്. അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
പുതിർത്തിയോണ്ട് നമുക്ക് അത്രേ വെള്ളം വേണ്ടുള്ളൂ. എന്നിട്ട് നമുക്ക് അരി കഴുകിയത് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനതിൽ 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ചോറായി കഴിഞ്ഞാൽ നമുക്ക് ദമ്മിടാം. ഒരു പാത്രത്തിൽ ഒരു 3/4 ഭാഗം ചോറോളം കോരിയിട്ട് ബാക്കിയുള്ള ചോറിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ചോറ് കോരി അതിൽ നമുക്ക് ആദ്യം ബാക്കിയുള്ള കോരിയൻ്റെ ബാക്കിയിൽ നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം, മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മുറിച്ച് വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിയും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പനീർ പോർന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് 4 ഭാഗത്തും ഒരുപോലെ ചുള്ളിയാക്കി നമുക്ക് പിന്നെ അതുപോലെ മല്ലിയിലയും വറുത്ത് വെച്ച അണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള മസാല ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിയും മുന്തിരി അതും ഇട്ട് കൊടുക്കാം. കുറച്ച് കളറ് മേലെ കൊടിഞ്ഞു കൊടുക്കാം. മേലെ കുറച്ച് കളറാക്കി കൊടിഞ്ഞു കൊടുക്കാം. അപ്പം അങ്ങനെ ബിരിയാണി റെഡിയായി. ഇതുപോലെ എത്രയും പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ആർക്കും അറിയാത്ത ആൾക്കും കൂടി ഇങ്ങനെ ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കി നല്ല ബിരിയാണി ആയിട്ട് കിട്ടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ഇളക്കി മിക്സാക്കി കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ കഴിക്കാൻ ബിരിയാണി കോരിയെടുക്കുകയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ടേസ്റ്റാണ്. കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഇടാം. അസ്സലാമു അലൈക്കും.